നിയോ എന്ന ബ്രാൻഡിന്റെ നിയോ ഫോൺ 2 എന്ന പുതിയൊരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിയോ എന്ന ബ്രാൻഡിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ബേസിക്കലി കാറിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിയോ ഫോൺ 2 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.82 ഇഞ്ചിന്റെ ക്വാഡ് HD പ്ലസ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ക്വാഡ് HD റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്, നല്ലൊരു കാര്യം തന്നെയാണ്. OLED പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ LTPO എന്നൊരു ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിന്റെയും 120 ഹെർട്സിന്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മാക്സിമം 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. കോഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചോൾ ഡിസൈൻ ആണ് ഇതിൽ വരുന്നത്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2600 നിറ്റ്സ് ആണ്. പിന്നെ 1440 ഹെർട്സിന്റെ PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ ഇതിൽ സൈഡിൽ ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടൺ എന്തിനാണെന്ന് വെച്ചാൽ കാറൊക്കെ കൺട്രോൾ ചെയ്യാൻ. ഇപ്പോൾ ഇവരുടെ തന്നെ ബ്രാൻഡ്സിന്റെ കാർ കൺട്രോൾ ചെയ്യാനാണ് ഇത്. ഇവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് കാർ തന്നെയാണ്. കാറുമായിട്ട് നന്നായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോൺ എന്നുള്ള രീതിയിലാണ് ഈ ഫോൺ ഇറക്കിയിരിക്കുന്നത്. മെയിൻ ഫോക്കസ് കാർ തന്നെയാണ്. എന്നാലും ഫ്ലാഗ്ഷിപ്പ് ഫോൺ അവർ ഇറക്കി എന്നേ ഉള്ളൂ. എന്തായാലും കാറിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് കുറേ ഡെഡിക്കേറ്റഡ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് 209 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 8.6 mm ആണ്. IP68 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റന്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റന്റുമാണ്. ഈ ഒരു ഫോണിന്റെ ഗ്ലാസ് ബാക്ക് ബോഡിയുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ സെറാമിക് ബാക്ക് ബോഡിയുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സ്നാപ്ഡ്രാഗണിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസറാണ്. അപ്പം ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ വരുന്നതായിരിക്കും. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിന്റെ ബേസ് വേരിയന്റിൽ 12 GB റാമും 512 GB ഇന്റേണലും തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 12 GB റാമും 1 TB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും 16 GB റാമും 1 TB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. LPDDR5X റാമും അതുപോലെ തന്നെ UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഫോൺ വെട്ടനീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. NFC സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ കാറുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അത് കൂടാതെ സോഫ്റ്റ്വെയറിൽ നമുക്ക് ക്ലീൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. കാര്യമായിട്ട് പുറത്തുനിന്നുള്ള എക്സ്ട്രാ സോഫ്റ്റ്വെയർസ് ഇതിലുണ്ടാവില്ല. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 48 മെഗാ പിക്സലിന്റെ സോണി LYT T808 മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. OIS സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ 48 മെഗാ പിക്സലിന്റെ സോണി LYT 600 അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 50 മെഗാ പിക്സലിന്റെ സോണി IMX 890 ഒരു പെരിസ്കോപ്പ് ലെൻസും ഇതിൽ വരുന്നുണ്ട്. ഇതിൽ 2.6x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 5020 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പം വയർലെസ് ചാർജിങ് പോലുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്, നല്ലൊരു കാര്യം തന്നെയാണ്. Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 6499 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 75,000 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് തന്നെയാണ്. നല്ലൊരു പ്രോസസ്സറും ഓൺ പേപ്പർ നല്ലൊരു ഡിസ്പ്ലേ ഫീച്ചേഴ്സും പിന്നെ നല്ല ക്യാമറ സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഒക്കെ തന്നെ ഇതിൽ വരുന്നുണ്ട്. പ്രൈസിങ്ങും വലിയ തരക്കേടില്ല എന്ന് പറയാവുന്നതാണ് ചൈനീസ് മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ. എന്തായാലും നിയോയുടെ നിയോ ഫോൺ 2 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്ന വെച്ചാൽ മിക്കവാറും ലോഞ്ച് ചെയ്യില്ല. കാരണം അവർ മെയിനായിട്ട് കാറിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫോണും ഇറക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.